പത്തനംതിട്ടയിൽ CPM-ന്റെ രാഷ്ട്രീയ കൊലപാതകം മുതലെടുപ്പ് നാടകം പൊളിഞ്ഞെങ്കിലും വ്യാജ പ്രചരണങ്ങൾ ആവർത്തിച്ച് പാർട്ടി നേതൃത്വം. കൊലപാതകം BJP-യുടെയും RSS-ന്റെയും തലയിൽ കെട്ടിവെക്കാൻ CPM നടത്തുന്ന പുതിയ ന്യായീകരണങ്ങളും പൊളിയുകയാണ്. പെരിനാട് CIT പ്രവർത്തകൻ ജിതിക് കൊലക്കേസിലെ 3 പ്രതികളുടെ CPM ബന്ധം തെളിഞ്ഞിട്ടും വ്യാജ പ്രചാരണം തുടരുകയാണ് CPM DYFI നേതൃത്വം. കൊലപാതകം BJP-യുടെയും RSS-ന്റെയും തലയിൽ കെട്ടിവെക്കാനുള്ള CPM ശ്രമം ഓരോന്നായി പൊളിഞ്ഞെങ്കിലും പുതിയ ന്യായീകരണങ്ങൾ നേതൃത്വം നടത്തുന്നു. ഏറ്റവും ഒടുവിൽ പ്രതികളിൽ 2 പേർ 2021 DYFI വിട്ടവരെന്ന വാദവും പൊളിഞ്ഞു. 2021 ഏപ്രിൽ മുതൽ 3 മാസം മാത്രമാണ് 4ാം പ്രതി സുമിത്തും 7ാം പ്രതി മിഥുൻ മധുവും DYFI-യിൽ പ്രവർത്തിച്ചതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വാദം. ഒന്ന് 4ാം പ്രതിയായിട്ടുള്ള സുമിത്ത്, മറ്റൊന്നുള്ളത് മിഥുൻ. ഈ രണ്ടാളുകളും DYFI പ്രവർത്തകരാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോ വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാളുകളും RSS-ന്റെ പ്രവർത്തകരായിരുന്നു. അവര് 2021 ഏപ്രിൽ മാസമാണ് BJP-യിലെയും RSS-ലെയും ചില ആഭ്യന്തര പ്രശ്നം കാരണം RSS സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് DYFI-യിൽ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർ DYFI ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു. അത് 2021 ജൂലൈ മാസം 13 ഒരു ഫോട്ടോ, ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ. അവര് RSS വിട്ട് ഏപ്രിൽ മാസമാണ് RSS വിട്ട് DYFI-യുടെ ഭാഗമാകുന്നത്. അതിനുശേഷം അവര് ജൂലൈ മാസത്തിലെ 13ാം തീയതിയാണെന്ന് തോന്നുന്നു, അന്നത്തെ ഫോട്ടോ ആണ് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് DYFI-യുടെ ഒരാള് യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും മറ്റൊരാള് DYFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ചിരുന്നു. ഇപ്പൊ 2-3 മാസക്കാലം മാത്രമാണ് അവർ DYFI-യിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവര് സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു. ആ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ അവർക്ക് DYFI-യുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ DYFI ജില്ലാ നേതൃത്വത്തിന്റെ ഈ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രം. 2023 മാർച്ച് 18-നും 7ാം പ്രതി മിഥുൻ മധു DYFI പ്രവർത്തകൻ തന്നെ. DYFI-യുടെ ലോക്കൽ കമ്മിറ്റി പേജിൽ 2023 മാർച്ച് 18-ന് മിഥുന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ 1ാം പ്രതി നിഖിലേഷ് CIT പ്രവർത്തകനെന്ന് നേരത്തെ വ്യക്തമായതാണ്. നിഖിലേഷിന്റെ അമ്മയും ഇത് സ്ഥിരീകരിച്ചിരുന്നു. ജനം, പത്തനംതിട്ട.